നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരനാവണം, കോടീശ്വരനാവണം. എന്നാൽ റിസ്ക് എടുക്കാൻ പലരും തയ്യാറല്ല. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു. ജസ്പെയ്ഡ് എന്നാണ് സംഭവത്തിൻ്റെ പേര്. അപ്പോൾ കൂടുതൽ എൻക്വയറി ചെയ്തപ്പോൾ അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള നിഷാദ് അബൂബക്കർ സാറുമായിട്ട് സംസാരിക്കാനിടയായി. അങ്ങനെ സാറിനെ ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുകയാണ്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. അപ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാന്ന് പറയുന്നത് ശരിക്കും എല്ലാവരുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. എന്നാലും റിസ്ക് എടുക്കാൻ പലരും തയ്യാറുമല്ല. എപ്പോഴും ഒരു സേഫ് സോണിൽ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ജീവിക്കാൻ മരിക്കുക എന്നുള്ള രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവിടെ നിന്നും ജസ്പെയ്ഡ് ഡിഫറെൻ്റ് ആണ്. അപ്പൊ എന്താണ് ശരിക്കും ജസ്പെയ്ഡ്? ഓക്കെ, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പണം ഉണ്ടാക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട് കൂടുതലായിട്ട്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരാണ്. അതിൽ എനിക്ക് തോന്നുന്നു 89% ആളുകളും എംപ്ലോയീസ് ആണ്. 89. അതിൻ്റെ കാരണം സ്കൂളിൽ നിന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ച് അല്ലേ, ആദ്യമേ പഠിച്ച് ജോലി സമ്പാദിക്കാനാണ് പറയണത്. ഈ പഠിച്ചൊരു ജോലി സമ്പാദിച്ചിട്ട് ആ ജോലി ചെയ്തിട്ട് ആരൊക്കെ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്? ജീവിച്ചു പോകാനല്ലേ പറ്റുള്ളൂ അല്ലേ? പിന്നെ അതിൽ റെയറായിട്ട് കുറച്ച് ഡോക്ടർമാരോ അങ്ങനെ കുറച്ച് പേരാണ് അതിലൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ജീവിച്ചു പോകുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഹൈ ക്ലാസ് ആളെടുത്ത് നോക്കാം. അതായത് യൂസഫ് അലിക്ക് ആയിക്കോട്ടെ, കൊച്ചൗസേബ് ടിറ്റിൽ ആയിക്കോട്ടെ, രവി പിള്ള ആയിക്കോട്ടെ, ഇവരൊക്കെ അവരെ പറഞ്ഞ അൾട്രാ പ്രീമിയം എന്ന് പറയാം. എല്ലാവരും ബിസിനസ്സുകാരാണ്, അവരൊന്നും ജോലിക്കാരല്ല. അപ്പോൾ എന്തിനാണ് ബിസിനസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊറ്റ ആൻസർ ചെയ്യുള്ളൂ: ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ്. പെട്ടെന്ന് കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ അതൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, ബിസിനസ്. പക്ഷേ ഇതെല്ലാവർക്കും കൊണ്ടും പറ്റില്ല. അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യണത് ആ റിസ്കിനെ കവർ ചെയ്യണം. കാരണം എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിപ്പോൾ ഓൾറെഡി 25 വർഷം കഴിഞ്ഞു ബിസിനസ്സിലേക്ക് വന്നിട്ട്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കും സമ്പന്നനാവണം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക് റിസ്ക് ഇല്ലാതെ സമ്പന്നനാകാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഓക്കെ സാർ, 25 കൊല്ലമായിട്ട് ബിസിനസ്സിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. സാർ ശരിക്കും സ്വദേശം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു സാറിന്റെ എഡ്യൂക്കേഷൻ? എങ്ങനെയാണ്? ഫസ്റ്റ് ജോബ് എന്തായിരുന്നു? ഓക്കെ, ഞാൻ 1999 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. ആ സമയത്ത് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1997 ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഫാദറിന് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു വെയിറ്റർ ആയിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ഫാദറിന് റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 50 രൂപ അന്ന് ആ സമയത്ത് കൂലി തരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോളേജിലത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും. രാത്രി നേരത്തെ ഫാദർ വീട്ടിൽ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനാ നോക്കാം. അങ്ങനെ ഒരു 19 വയസ്സ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാദറിന് ഒരു കാർഡിയക് അറസ്റ്റ് വരികയാണ്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഡോക്ടർ പറഞ്ഞു ഇനി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള, മോൻ്റെ ഭാര്യയെ കാണുന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിക്കണം, ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെ 19.5 വയസ്സിൽ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫിന് ചെറിയൊരു പ്രോബ്ലം. വെയിറ്റർ എന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലെ വെയിറ്ററാണല്ലോ. അങ്ങനെ ഞാൻ ഫാദറിനോട് പോയിട്ട് പറയണം, ഇങ്ങനെ ഞാനും സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് തുടങ്ങിക്കോ. അപ്പം അന്ന് ഞങ്ങളെ കടയിലത്തെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഒരു 30,000 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 40,000 ഒക്കെയാണ്. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു 10,000 റുപ്പീസ് ഇതിൽ വർദ്ധിപ്പിക്കുന്നത് ഡെയിലി ബിസിനസ്സിൽ. അപ്പം ഞാൻ ഡെയിലി ആ സമയത്ത് അപ്പോൾ അവരോട് ഇതൊന്നും നീ 10,000 റുപ്പീസ് ഇതിന് ബിസിനസ്സിൽ ഇൻക്രിമെന്റ് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ തുടങ്ങാനുള്ള എല്ലാവിധ സെറ്റപ്പ് റെഡിയാക്കി തരാമെന്ന് ചാലഞ്ച് ഏറ്റെടുത്തു. അപ്പം അന്ന് മുതലുള്ള സെയിൽസ് സ്കില്ല്. അപ്പം അന്ന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു ബിരിയാണി കഴിക്കാൻ വരുന്നതുകൊണ്ട് ചോദിക്കും ജ്യൂസ് വേണ്ടെന്ന് ചോദിക്കും. അപ്പം ചോദിക്കുക ജ്യൂസ് വേണ്ടെന്നല്ല ചോദിക്കുക, പൈനാപ്പിൾ ജ്യൂസ് വേണോ, മുസംബി വേണോ, ഓറഞ്ച് വേണോ? ഓപ്ഷൻസ് 3 അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറയും, വേണ്ടാന്ന് കൊടുക്കുന്നില്ല. പിന്നെ ഒരു അടുത്ത ചോദ്യം, ഒറ്റയ്ക്കാണല്ലേ, വൈഫിന് ഒരു പാർസൽ എടുക്കട്ടെ. അപ്പം അങ്ങനെ വരുന്ന കസ്റ്റമറെ കൊണ്ട് തന്നെ കൂടുതൽ വാങ്ങിപ്പിച്ച് ഇത് ഞാൻ 2 മാസം കൊണ്ട് കവർ ചെയ്തു. 10,000 കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 to 6 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഏകദേശം 14 റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ, എറണാകുളത്ത്, സൗത്തിൽ വരെ എത്തി എന്നുള്ളതാണ്. 14ാമത്തെ ഹോട്ടൽ എറണാകുളത്തായിരുന്നു.
ആദ്യം എവിടെയായിരുന്നു? ആദ്യം തുടക്കം കണ്ണൂരിന്നായിരുന്നു, പിന്നെ കൊടുങ്ങല്ലൂര്, ചാലക്കുടി, തൃശ്ശൂര്, അങ്ങനെ തുടങ്ങിയിട്ട് എൻഡ് എറണാകുളത്ത് വന്ന് 14ാമത്തെ ഹോട്ടൽ. അങ്ങനെ നല്ല നിലയിൽ പോകുന്നു. കാറ്ററിംഗ് കമ്പനി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഏകദേശം 360ഓളം സ്റ്റാഫുകൾ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൊറോണ, 2020 കൊറോണ വരുന്നു. എൻ്റെ സ്റ്റാഫും ഞാനൊക്കെ സത്യം എല്ലാവരും ലോക്ക്ഡായി. അപ്പോൾ ആ സമയത്താണ് ചിന്തിച്ചത്, ഞാൻ ഇത്ര നാളും കെട്ടിപ്പോക്കി എൻ്റെ സാമ്രാജ്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് വന്ന് നശിപ്പിക്കുകയാണ്. നേരിട്ട് കണ്ട എന്തെങ്കിലും കല്ലെടുത്തെറിയേ എന്തെങ്കിലും ചെയ്യാം, പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെയാണ് നോക്കിയത്, ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ ഒരു തരത്തിലും തടസ്സം വരാത്ത ബിസിനസ് എന്തുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഞങ്ങൾ 2020 ജസ്പെയ്ഡ് എന്ന കമ്പനിക്ക് രൂപം കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു ഇ-കോമേഴ്സ് കമ്പനിയായിട്ട് തുടങ്ങിയത്. പക്ഷെ അവിടെയും സംഭവിക്കുന്നത് എനിക്ക് രക്ഷപ്പെടാം, എൻ്റെ കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുത്താൽ അവർ രക്ഷപ്പെടാതെ എനിക്കറിയാം. ആ ശമ്പളം കൊണ്ട് ഒരു വീട്ടിൽ ചിലവല്ലേ നടക്കുള്ളൂ, ചില്ലറ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം ഇവരെയും സമ്പന്നമാക്കി എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിൽ ഉദിച്ചൊരാശയമാണ് അന്ന് അറിയാൻ സാധിച്ച്. ഇത് 2021 ഞങ്ങൾക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവിടെ ഇന്ത്യയിൽ 2000 ടണ്ണ് ചന്ദനം ആവശ്യമുണ്ട്, സാൻഡൽവുഡ്. പറയാലോ, നമ്മളെ അമ്പലത്തിൽ നെറ്റി തൊടാനും പിന്നെ സാൻഡൽവുഡ് ഓയിൽ, സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങള്, പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചന്ദനത്തിന് ആവശ്യകതയുണ്ട്. പക്ഷേ 2000 ടണ്ണ് വേണ്ടെടുത്ത് 100 ടൺ പോലും ഈ ചന്ദനം ഇന്ത്യയിലില്ല. ഓക്കെ, ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഈ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം ഇന്ത്യയുടെ കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ്. മറയൂരിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിമുളച്ച് വരുന്നത്. എന്നിട്ടും ഇത് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ആരും ഇത് ചെയ്യുന്നില്ല. ഈ ചന്ദനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഒന്ന് വീരപ്പൻ അല്ലേ? കറക്റ്റ്. ഞങ്ങള് ആദ്യം ചന്ദനം പറഞ്ഞപ്പോ തന്നെ പലയിടത്തും ആശയം പറഞ്ഞപ്പോ, അയ്യോ വീരപ്പനാണോ, അപ്പൊ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലേ അവിടെ വരുന്നത്? ഇങ്ങനെ പറഞ്ഞു, ഇത് മറ്റേ മീശയില്ലാത്ത വീരപ്പൻ എന്നുള്ള പേരൊക്കെ വരും എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ ശ്രദ്ധിച്ച കാര്യം, അത്രയ്ക്കും നല്ലൊരു പ്രൊജക്റ്റ്, ആളുകൾക്ക് ഡിമാൻഡുള്ള സാധനം ഓൾറെഡി ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ സാധിച്ചത്, ഈ ചന്ദനം എല്ലായിടത്തും വളരില്ല. 3 ചലഞ്ചസ് ഇതിലുണ്ട്. ഒന്നാമതായിട്ട് ഇത് പശ്ചിമഘട്ടം, അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഈ 4 സംസ്ഥാനങ്ങളിൽ ഇത് വളരുള്ളൂ പശ്ചിമഘട്ടത്തിൽ, കാരണം ഹൈറ്റ് വേണമല്ലോ. രണ്ടാമതായിട്ട് ഇത് കേരളത്തിലാണെങ്കിൽ 3 ജില്ലകൾ മാത്രമേ അത്തരത്തിലുള്ളൂ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ പൊക്കം വേണം. ഇതിന് കടൽക്കാറ്റ് കൊള്ളാൻ പാടില്ല. വയനാട്, ഇടുക്കി, അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, ഈ 3 ജില്ലകളുള്ളത്. അങ്ങനെ പത്തനംതിട്ടയും ഇടുക്കി നോക്കിയപ്പോൾ അവിടെ ചെറിയ പ്രോബ്ലം, അവിടെ റെഡ് സോണിൽ കിടക്കുകയാണ്. അവിടെ ഒരുപാട് ഭീഷണിയുണ്ട് അവിടെ. വയനാട് നോക്കിയപ്പോൾ ഏകദേശം ഒരു 18% സ്ഥലങ്ങൾ റെഡ് സോണും ബാക്കിയുള്ളത് ഗ്രീൻ സോണാണ്. അതായത് അവിടെ 50 വർഷങ്ങൾക്ക് മുമ്പ് പോലും മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലം, 50 വർഷം ശേഷം വരാതിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വയനാട് സെലക്ട് ചെയ്തു. അപ്പം ഇത് പലരും ചെയ്യാത്ത കാരണം, ഇത് കാലാവസ്ഥ ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥ തന്നെ വേണം. ഓവർ തണുപ്പും പാടില്ല, ഓവർ ചൂടും പാടില്ല, അതിന് പ്രത്യേക കാലാവസ്ഥ വേണം. മാത്രമല്ല മണ്ണ് എങ്ങനെയാണ്? മണ്ണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മണ്ണാണ് ഏറ്റവും കൂടുതൽ ഇതിന് അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ബ്ലാക്ക് സോയില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട്ടിലെ പുൽപ്പള്ളി മേഖല. അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നു, പുൽപ്പള്ളിയിൽ എത്തുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ പുതിയ കഥ തുടങ്ങുന്നത്. ഇപ്പൊ ഈ ചന്ദനം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ, നമ്മളിപ്പോ റീസെന്റ് പുഷ്പ സിനിമയിലൊക്കെ ചന്ദനത്തില് കുറെ എന്താ പറയാ, അതിന്റെ തട്ടിപ്പും വെട്ടിപ്പും ആക്രമിക്കാൻ കുറെ ആളുകൾ വരുന്നു. അങ്ങനെ വല്ലതും നേരിടേണ്ടി വന്നോ? തീർച്ചയായിട്ടും അത് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ റെഡിയാണ്, നേരിടാൻ റെഡിയാണ്. അത് നേരിടാൻ റെഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ചന്ദനത്തിന്റെ ഈ കൃഷിയിൽ 3 പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ചന്ദനം വളർത്താനായിട്ട് ഈ സാൻഡൽവുഡ് എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റ് ആണ്, അർദ്ധപരാഗ സസ്യം. ഒറ്റയ്ക്ക് വളരില്ല ഇത് ജസ്റ്റ് തൈയാവുമ്പോൾ തന്നെ ഇത് ഒറ്റയ്ക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചന്ദന തൈക്കില്ല. അപ്പൊ ആദ്യം ഒരു ചീര വെച്ചുകൊടുക്കും. ചീര
ആ ചീരയിൽ നിന്നുള്ള വേരിയിൽ നിന്നുള്ള വെള്ളവും വളം വലിച്ചെടുത്തിട്ടാണ് ഇവ വളരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചീരയുടെ വേര് പറ്റാണ്ട് വരും. നെക്സ്റ്റ് ഞങ്ങൾ തൂരപ്പയർ വയ്ക്കാം. അതും കുറച്ച് കഴിയുമ്പോൾ ശീമക്കൊന്ന്. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇവർക്ക് ആര് സപ്പോർട്ടിങ്ങിന് ആളെ കൊടുക്കണം, എങ്കിലും ഇതിന് വളരാൻ പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തത്, ഇത് വളരുമ്പോൾ തന്നെ കുറച്ച് വളർന്ന് വലുതായാൽ ഈ പറഞ്ഞ പോലെ പുഷ്പ വീരപ്പൻ്റെ പിൻഗാമികളും ഇവിടെയുണ്ട്, അവർ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകും. ഈ രണ്ട് പ്രോബ്ലം. മൂന്നാമത്തത്, ഇത് ലോങ് ടൈമാണ്. 10 വർഷമെങ്കിലും കഴിഞ്ഞാലേ ഇതിന് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ 10 കൊല്ലം ഇതിനെ കാത്ത് പരിപാലിക്ക് പ്രൊട്ടക്ട് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അതാരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ അത് ചെയ്താലോ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു അത്ഭുത വൃക്ഷം കൂടിയിട്ടാണ് ചന്ദനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരം. അത് കേട്ടിട്ടുള്ളൂ. ഇതാണ് റിയാലിറ്റി. പണം കായ്ക്കുന്ന മരം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അതാണ് സാൻഡൽവുഡ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത്ര ഒരു 10 വർഷത്തിനുള്ളിൽ 15 വർഷത്തിനുള്ളിൽ ഹൈ റിട്ടേൺ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഇതൊരു സ്കാം ആണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ആട് തേക്കുമാഞ്ചിയും പോലുള്ള സ്കാമൊക്കെ നടന്നിരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ പോലും ആൾക്കാർ അത് സ്കാം ആണ്, അപ്പൊ ഇതും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അത് അഗൈൻ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ ഒരു ചാലഞ്ച് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് വന്നത് ഇങ്ങനെ തന്നെയാണ്. ചെല്ലുമ്പോൾ തന്നെ ഇത് ആട് തേക്ക് മാഞ്ചി എല്ലാം ചോദിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 1992 കോഴിക്കോടുള്ള അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി പേര് മാറ്റിയിട്ട് പാലക്കാട് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ട് പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു ആ കമ്പനിയുടെ പേരിൽ. എന്നിട്ട് HYC ഫൗണ്ടേഷൻ എന്തോ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവിടെ ഇദ്ദേഹം തേക്ക് നടന്നു, മാഞ്ചി നടന്നു. ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് വളത്തിന് വേണ്ടിയിട്ട് ആടിനെ അവിടെ വളർത്തുന്നു കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ ആട് പെറ്റ് പെരുകുന്നു, മരങ്ങൾ വളരുന്നു. അപ്പം നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 5 കൊല്ലം കൊണ്ടെന്തോ 2 ലക്ഷമാക്കി തരാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് മുഴുവൻ അറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നു. അപ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ മാഡം 1 lakh rupees തന്നാൽ 2 lakhന് ചെക്ക് വരും 5 കൊല്ലം കഴിഞ്ഞ് മാറാനുള്ള. ഓക്കെ, എൻ്റെ ചെക്ക പണ്ടൊക്കെ അറിയാലോ, ചെക്ക് എത്ര കൊടുത്താലും ബാങ്കിൽ നിന്ന് അല്ലെ 500 രൂപ കൊടുത്താൽ തന്നെ ചെക്ക് ബുക്ക് ഒക്കെ തരും, പൈസ ഉണ്ടാവണം എന്നില്ല. അപ്പം തന്നെ മനസ്സിലായി എന്താണ് അത് സ്കാമാണ്. ഓൾറെഡി പേര് മാറ്റിയിട്ട് തുടങ്ങിയേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് പേര് മാറ്റി ആദ്യം. ഓക്കെ, അത് ഒന്നാമത്തെ. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 ഏക്കർ ഭൂമി, ഇതാണ് ഞങ്ങളുടെ ഒരു പ്രൊജക്ട്. ഈ 2 ഏക്കർ ഭൂമിയെ 45 സെന്റ് പ്ലോട്ടാക്കി തിരിക്കും. മാമിന് വേണമെന്ന് വിചാരിക്കാം. ഒരിക്കലും ഞങ്ങൾ പറയുന്നത് വന്ന് കണ്ട് ഇഷ്ടപ്പെടാതെ ഇത് വാങ്ങരുത്. അതായത് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, എന്നെ വിശ്വസിക്കരുത്. ആദ്യം വന്ന് സ്ഥലം കാണാം. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ ചെന്നു നിങ്ങൾക്ക് പ്ലോട്ട് നമ്പർ 1 മുതൽ 40 വരെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഭൂമി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഏതാണ് നോക്കിയിട്ട് പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ മാമിന്റെ പേരിൽ അന്ന് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പം എന്തായി? തന്ന പൈസക്കുള്ള പ്രോപ്പർട്ടി നിങ്ങളുടേതായി. അപ്പം ഇതിനെ പറയുന്നത് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയാം. അതായത് തന്ന പൈസക്കുള്ള മുതൽ അങ്ങോട്ട് തന്നു. ഓക്കെ ആണല്ലോ. ഇനി ഞങ്ങളില്ലെങ്കിൽ എന്താ കുഴപ്പം? ക്ലിയർ ആയി? മറ്റോടത്ത് അതില്ല, പോയി അല്ലേ? പ്രോപ്പർട്ടി കാണുന്നില്ല. ഇനി കണ്ടാൽ തന്നെ എന്തുണ്ട്? ചെക്കാ കൊടുത്തേക്കണം. ഇതെന്ത് ചെയ്തു? ഇവിടെ ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപം സേഫ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാൽ അതിനൊറ്റ പേരെയുള്ള ഭൂമിയാണ്. കാരണം എന്നറിയോ? കൊടുത്ത പൈസക്കുള്ള സാധനം കിട്ടി കഴിഞ്ഞു. ക്ലിയർ ആയോ? ഇത് മറ്റ് ഇൻവെസ്റ്റ്മെന്റിലില്ല. നിങ്ങൾക്കറിയാം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട്. അതിലെന്താണ്? കൊടുത്തു, പക്ഷെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇതിനെ പറയാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. മറ്റേത് ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും എന്നാ പറയാം. 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം കിട്ടും. പക്ഷെ ആ 1 ലക്ഷം സേഫ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ തരുന്ന 12 ലക്ഷം സേഫാണ്. ഡോക്യുമെന്റ് കൈ കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്ലസ്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. കൊടുത്ത പൈസക്കുള്ള സാധനം ആദ്യം കിട്ടി. അപ്പം എന്ത് ചെയ്തു? മാം വന്നു, രജിസ്റ്റർ ചെയ്തു, ആധാരം കൈ കിട്ടി, ആധാരമായിട്ട് വീട്ടിൽ പോകും. ഓക്കെ, ഇനി മാഡത്തിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് 20 ചന്ദനത്തെ നട്ടുതരാം. ഓക്കെ, ഇതിൻ്റെ പ്രൊട്ടക്ഷനും പരിപാലനം ഞങ്ങൾ ഏറ്റെടുക്കാം. എല്ലാ വർഷവും ഞങ്ങൾക്ക് 10,000 രൂപ വെച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് തരണം. ഓപ്ഷൻ 1 മാം സമ്മതിച്ചു. ഒരു എഗ്രിമെൻറ്റിലൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ കറക്റ്റ് വരുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ ഇത് മുറിക്കാം. ഓക്കെ, അപ്പം അതിൽ ഏകദേശം ഒരു 20 കിലോത്തോളം ഇതിന് കാതലുണ്ടാവും. ഈ കാതലിന് ഇന്നത്തെ റേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ 20,000 റുപ്പീസാണ് കാതലിന്. അതായത് 20,000 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 4 lakh റുപ്പീസായി കാതലിന് മാത്രം. മൊത്തം 16 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആവറേജ് 2,000 ചതുരം കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 4 ലക്ഷം രൂപ അതിനും കിട്ടും. ടോട്ടൽ ഒരു മരത്തിന് 8 ലക്ഷം രൂപ. എത്ര മരമുണ്ട് ഭൂമിയിൽ? 20 എണ്ണം. 20 ഇൻറ്റു 8 ലക്ഷം എത്രയായി? 1,60,00,000 രൂപ. ഇത് എവിടെ നിന്നാണ് കിട്ടുക? മാമിൻ്റെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോപ്പർട്ടി ഓണർ ഡോക്യുമെൻ്റ് ആയിട്ട് ചെല്ലണം. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരും. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല. 10 കൊല്ലം മുമ്പ് ചെയ്തത് ഇപ്പം അതൊക്കെ എത്ര കിട്ടിയേനെ? 1,60,00,000 കിട്ടിയേനെ. ഭൂമി അവിടെ ഉണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ. ഭൂമി വീണ്ടും മറച്ചു വെക്കുക, വീണ്ടും തുടങ്ങി ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകണേ ഉള്ളൂ അല്ലേ? എടുത്തിട്ടില്ലല്ലോ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 10 ഇയർ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് 1980 1 കിലോ ചന്ദനത്തിന് 20 രൂപ ഉണ്ടായിരുന്നു. 20 രൂപ 1980. 90 വന്നപ്പോൾ 200 രൂപയായി. ഇത് 2008 വന്നപ്പോൾ 3,000 റുപ്പീസായി. 3,000 കയറുന്നു. വലിയ ജമ്പിങ് ആണ്. 2008 നിന്ന് 2023 വന്നപ്പോൾ 20,000 രൂപയായി. ഓക്കെ, ഇവിടെ തീരെ വില കുറയാത്തൊരു സാധനം കൂടി ചന്ദന ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയണത് 10 കൊല്ലത്തിനുള്ളിൽ 1 ലക്ഷം രൂപ 1 കിലോയ്ക്ക്. അപ്പോൾ ഇവിടെ കണക്കുകൾ പറയണത് 10 വർഷത്തിന് ശേഷം 1 ലക്ഷം രൂപ 1 കിലോയ്ക്ക്. അങ്ങനെ വരുമ്പോൾ 5 കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ആ 5 കോടി കിട്ടുമ്പോൾ അതിൻ്റെ 5% ഞങ്ങൾക്ക് തരണം. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇപ്പോഴല്ല. ഞങ്ങളുടെ ബെനിഫിറ്റ് ഈ പറയുന്ന 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ട് മേടിച്ച് തരുന്നോ അതിൻ്റെ 5% ആണ് ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് 5 കോടി കിട്ടുവാണെങ്കിൽ 25 ലക്ഷം രൂപ. ഓക്കെ, അത് തെറ്റില്ലല്ലോ? ഇല്ല, ഇങ്ങനെ പറയണത് ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. ഞാൻ നിങ്ങളെ സഹായിക്കാം പൈസ ഉണ്ടാക്കാം. അതിലൂടെ ഞാനും പൈസ ഉണ്ടാക്കും. തെറ്റൊന്നുമില്ലല്ലോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പല പ്രസ്ഥാനങ്ങളും വന്ന് പൂട്ടി പോകുന്നുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർ പൊളിഞ്ഞു പോകും. 2, ഇത് വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാവില്ല. കാരണം ഒറ്റയ്ക്ക് പറ്റില്ല, ഒരുപാട് എക്സിക്യൂട്ടീവ്സ് വിൽക്കാനായിട്ടുണ്ട്. 3, വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭമില്ലെങ്കിൽ അവർ വാങ്ങില്ല. ഇവിടുത്തെ ഗുണം എന്താ? വിൽക്കുന്ന കമ്പനിക്ക് ലാഭമുണ്ട്, വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ട്. നല്ല പ്രോഫിറ്റ് ഞങ്ങൾ കൊടുക്കണം. ഓക്കെ, 3ാമതായിട്ട് വാങ്ങുന്ന കസ്റ്റമർക്ക് 12 ലക്ഷം രൂപ മുടക്കിയ 5 കോടി രൂപ പ്ലസ് ലാൻഡ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കൈരളി TV-യുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിലെ എക്സലൻസ് അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. വേറൊന്നുമല്ല, ഇവിടെ ഓൾറെഡി ഭൂമി ഇവിടെയുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇവിടെയുണ്ട്, ചന്ദനം ഇവിടെയുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ കൃഷിയും ഇവിടെയുണ്ട്. ഞങ്ങളൊന്നും പുതുതായിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു, ഇതിനെല്ലാവരും കൂടെ ഒരുമിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ടെക്നോളജി ആഡ് ചെയ്തു. അപ്പം ഞങ്ങളുടെ മുഖമുദ്ര ഇതാണ്, ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി. ഓക്കെ, അപ്പോൾ കൾട്ടിവേഷനിൽ ടെക്നോളജി കൊണ്ടുവന്നു, അതിനെ ആക്സിലറേറ്റ് ചെയ്തു. ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു തെറ്റാണ്. അപ്പോൾ എനിക്ക് വരുന്ന വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പം ഞാനിത് വാങ്ങിയാൽ എനിക്ക് മേ ബി ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് കഴിഞ്ഞാലും ഓക്കെ, ആ ഒരു പൈസ കിട്ടിയാൽ വേർത്താണ്. ഇതേ സമയം ഒരാളിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ഇഫ് ഹി ഈസ് 60 ഇയർ ഓൾഡ്, അപ്പോൾ വീണ്ടും ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും ഇതിൽ നിന്ന്? കൂടുതൽ ആൾക്കാർ ഈ 60 വയസ്സുവരെ പറഞ്ഞറിയോ, അയ്യോ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊരു എന്താണെന്നറിയണ്ടേ. അതിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ, ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എംപ്ലോയീസ് 56 വയസ്സ് റിട്ടയർമെൻറ്റ്, പിന്നെ അവരുടെ മുമ്പിൽ പ്രതീക്ഷകളൊന്നുമില്ല. ഞങ്ങളിവിടെ ചെയ്യണത് ഇവരെ വീണ്ടും 35 കൊല്ലം ജീവിക്കാനുള്ള പ്രതീക്ഷ കൊടുക്കുക. അതിൽ പുതിയൊരു കണക്ക് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അതായത് ഒരു ശരാശരി മനുഷ്യൻ
ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് 35 വയസ്സ് വരെയായിരുന്നു. ഓക്കെ, ആവറേജ്. കാരണം അന്ന് ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു. അന്ന് പകർച്ചവ്യാധി പോലുള്ള മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്യാൻസർ പോലെ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് മെഡിസിൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് സയൻസിന്റെ ഗ്രോത്ത് വന്നപ്പോൾ ഒരു ശരാശരി മനുഷ്യന്റെ ഡെത്ത് റേറ്റ് ഇപ്പൊ നിൽക്കുന്നത് 86 ഇത് 2030 ആകുമ്പോഴേക്കും 95 അപ്പൊ അതായത് നമ്മളൊക്കെ മരിക്കാൻ പോണത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വർഷം 95 വയസ്സ് വരെ. അപ്പോൾ 60 വയസ്സായിരിക്കുന്ന വ്യക്തിക്ക് ഇത് വാങ്ങിയ ഗുണം എന്താ? ഒരു 70-75 വയസ്സിൽ ഒരു മിനിമം 160 ഇപ്പോഴത്തെ റേറ്റിൽ ഗ്യാരണ്ടീഡ് 5 കോടി വരെ പോകാൻ ചാൻസും ഉണ്ട്. അവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തൂടെ? ഇവിടെ ആളുകൾക്ക് എന്താണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്താ മാമിനറിയോ റിട്ടയർമെന്റ് ലൈഫ് എന്താന്നുള്ളത്? ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ 40-ാമത്തെ വയസ്സിലും 50-ാമത്തെ വയസ്സിലും ജോലി ചെയ്യേണ്ട വരുമാനമുണ്ട്. അപ്പൊ ജീവിക്കുന്ന ജീവിത രീതി, ആ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഇത് തന്നെ മരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അപ്പൊ വരുമാനമില്ല. 60 വയസ്സ് കഴിഞ്ഞ് വരുമാനമില്ല, 60 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യമില്ല, അസുഖങ്ങളുണ്ട്, കൂടുതലാണ്. ആ സമയത്തും 50-ലെ പോലെ 40 വയസ്സിലെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? അതിനാണ് സമ്പത്ത് വേണം എന്ന് പറയുന്നത്. ആളുകൾക്കറിയില്ല എന്തിനാണ് സമ്പത്ത് എന്ന് ആർക്കും അറിയില്ല. മാമിനറിയോ എന്തിനാ സമ്പത്ത്? പോട്ടെ, സമ്പത്ത് എന്താണെന്ന് അറിയോ? പണം നമുക്കറിയാം അല്ലേ? ഇപ്പോ ഈ പണം എന്ന് പറയുന്ന സാധനം ഇത് ഓൾറെഡി റിസർവ് ബാങ്ക് കമ്മട്ടത്ത് പ്രിന്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ കിട്ടണേ? ഇത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് വാട്ട് ഈസ് മണി? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റോ സർവീസോ കൊടുത്താൽ അതിന് പ്രത്യുപകാരമായി തരുന്ന ഉപോൽപ്പന്നത്തിന്റെ പേരാണ് പണം. ക്ലിയർ ആണല്ലോ? ഈ പണം മാമിന്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ, അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. ഓക്കെ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതേ കിട്ടൂ അല്ലേ? അപ്പൊ ഇത് പണം. ഇനി ഈ പണം നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. സമ്പത്ത് എന്തിനാ? മാം പണം ഉണ്ടാക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് കൊടുക്കാറുണ്ട്, 50 ലക്ഷം രൂപ. നിങ്ങളത് വാങ്ങണം. എല്ലാ മാസവും ആ ബിൽഡിങ്ങിന് 2 ലക്ഷം രൂപ വാടക കിട്ടുമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് കൊടുക്കണ്ട, ആരോഗ്യം വേണ്ട. അപ്പൊ എല്ലാ മാസവും 2 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര വാടക കിട്ടിയാലും ആ വാടക തരുന്ന ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേരാണ് സമ്പത്ത്. ക്ലിയർ ആയല്ലോ? അത് നമുക്ക് ആരോഗ്യം വേണ്ട. ഇത്തരത്തിലുള്ള സമ്പത്ത് നമ്മൾക്കുണ്ടോന്ന ചോദ്യം ഇന്ന് ഞാൻ ചോദിച്ച മിക്ക ആളുകൾക്ക് അതില്ല. എങ്ങനെ ജീവിച്ചു പോണ്? ഇപ്പൊ മിനിഞ്ഞാന്ന് മാതൃഭൂമിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 100 കോടിക്ക് മേലെയുള്ള ജനങ്ങള് ജീവിക്കണത് അന്നാന്നത്തുള്ള ആ നിത്യച്ചെലവുള്ള പൈസയെ അവരുടെ കയ്യിലുള്ളൂ, മുകളിലേക്കില്ല. അത് തന്നെ പ്രശ്നം ഇവിടുത്തെ. കാരണം അവർക്ക് വെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് പ്രൊജക്റ്റ് വാങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ചെയ്യണം. അപ്പൊ അതിൽ ഞങ്ങൾ പറയുന്ന ചെറിയൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അതായത് പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിനം. ഇത് പലരും മറന്നുപോയി. ഞങ്ങൾ എന്ത് ചെയ്തു? അതേ സാധനം ഒന്ന് റീവർക്ക് ചെയ്തു. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നു. ഇത്രേ ഉള്ളൂ. സമ്പത്ത് കാലത്ത് തൈ 20 വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് 5 കോടി വാങ്ങി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം. ഇത്രേ ചെയ്തുള്ളൂ അല്ലേ? ഇവിടെ ആരുടെയും പണം അപഹരിക്കപ്പെടുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ മാം 12 ലക്ഷം തന്നു, തിരിച്ചെന്ത് തന്നു? ഡോക്യുമെന്റ് തന്നു. ചന്ദനത്തെ വെച്ചു, വളർന്നു, പൈസ കിട്ടി. ഇനി ഒന്നും കിട്ടിയില്ല. എന്തുണ്ട് അവിടെ? ഭൂമിയുണ്ട്. യെസ്, ഭൂമിയുണ്ട്. ഞാനൊരു എക്സ്ട്രീം ലെവൽ പറയാണ്. 10 കൊല്ലം കഴിഞ്ഞു, ഒന്നും കിട്ടില്ല എന്ന് കഴിഞ്ഞു. അവിടെ എന്തുണ്ട്? ഭൂമി അവിടെ ഉണ്ട് മാമിന്റെ പേരിൽ. ഇനി ഭൂമിയുടെ പ്രത്യേകത അറിയോ? കേരളം 96 ലക്ഷം ഏക്കറാ കേരളത്തിന് വിസ്തീർണം ഉള്ളത്. ഇതിനി സെല്ലബിൾ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഒരു 12 ലക്ഷം ഏക്കർ ബാക്കിയുള്ളൂ. ഈ 96 ലക്ഷത്തിൽ ഇനി വിൽക്കാനായിട്ട് 12 ലക്ഷം ബാക്കിയുള്ളൂ. 10 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ 1 സെന്റ് ഭൂമി എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം എന്നാ പറയണം. ഞാൻ പറഞ്ഞല്ല കേട്ടാ. കാരണം എന്തറിയോ? ഇവിടെ ജനസംഖ്യ കൂടുന്നു, അതിനനുസരിച്ച് ഭൂമി ഇല്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഭൂമി ഇത് വിൽക്കില്ല, അവരതായി. ഇപ്പൊ എടപ്പള്ളി ലുലുമാള്, ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു അവിടെ ഒരു വീട് വെക്കണം. ഇനി കിട്ടുമോ? അത് പോയി. ഇനി അത് കിട്ടില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇങ്ങനെ സ്ഥലം കിട്ടില്ല. അതൊക്കെ ഇനി അത് നമുക്ക് വിൽക്കാൻ പറ്റാത്തതായി, വാങ്ങാൻ പറ്റില്ല. എത്ര കോടി കൊടുത്താലും തരുമോ? കിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഓൾറെഡി ബാംഗ്ലൂര്, ബോംബെ, ഉത്തർപ്രദേശ് ഇവിടെയുള്ള മെട്രോ സിറ്റിയിലൊന്നും ഭൂമി ഇല്ല. അവിടെയൊക്കെ സ്ക്വയർ ഫീറ്റിന്റെ പൈസ
ഒരു സ്ക്വയർ ഫീറ്റിന് 3 ലക്ഷം രൂപ ബോംബെയിൽ. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 400 സംതിങ് സ്ക്വയർ ഫീറ്റാണ് ഒരു സെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു സെന്റ് ഭൂമിക്ക് ബോംബെയിലെ കണക്ക് കൂട്ടിയ 36 കോടി രൂപ. നോക്കിയേ, 3 ലക്ഷം സ്ക്വയർ ഫീറ്റിന്. ആ 3 ലക്ഷം വീണ്ടും കൂട്ടി വയ്ക്കുക, 400 വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയും അല്ലേ? ഹ്യൂജ് എമൗണ്ട്. ഇത് തന്നെയാണ് കേരളത്തിന് സംഭവിക്കാൻ വേണ്ടി പോകണം. അപ്പൊ എന്താ ഗുണം? ഇപ്പൊ 5 സെന്റ് ഭൂമി വാങ്ങിയിട്ടാൽ ചന്ദ്രൻ അവിടെ നിൽക്കട്ടെ. ആ 10 വർഷം കഴിഞ്ഞ ഭൂമി മാത്രം വിറ്റ് എത്ര കിട്ടും? മാത്രമല്ല, പുതിയ റിപ്പോർട്ട് ഈ വർഷം തന്നെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് തുരങ്കപാത വരെ വയനാട്ടിലത്തെ ഭൂമിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യത അതും കൂടെ ഇവിടെ കാണാം. Like, subscribe and press bell button. Stay tuned for more videos.